വെറുതെ വന്ന് ഒരു പഴം എടുത്ത് ഒഴിച്ച് വാഴപ്പഴം കഴിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ അത് നമ്മൾ ലാലേട്ടൻ ചെയ്യണ കാണുമ്പോൾ നോക്കി എന്ത് രസമല്ലേ എന്ന് പറഞ്ഞിരിക്കും. അത് വേറെ ആരും ചെയ്താൽ വിട്ടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഓഡീഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് അയാൾ നല്ല നടനും ആവുന്നില്ല, ഓഡീഷൻ കിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളൊരു മോശമാവുന്നുമില്ല. പിന്നെ നിലപാടെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും നിലപാടുകൾ ഉണ്ടാവുമല്ലോ. പരസ്യമാക്കണോ വേണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം സഹോദരി ആട്ടി വിട്ടിട്ടുണ്ട്. കുത്തുപാളയൊന്നും ഉണ്ടാക്കിയെടുത്താടാ ഇതൊക്കെ. നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യണം, ജീവിതം അതാണ്ടാണ്. ഞാൻ തന്നെ എന്നെ കണക്കാക്കിയിട്ടുള്ളത് ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ആനന്ദേട്ടന് ബേസിൽ ജോസഫുമായിട്ടൊരു നല്ല കോംബോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആസ് ആൻ ആക്ടർ ഞാൻ നോക്കി പഠിക്കാൻ ശ്രമിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും ജഗദീഷിനെയും ജഗതിയും മുകേഷ് സഹനടന്മാർ, അതെ ക്യാരക്ടേഴ്സ്. കാരണം ഞാൻ ആ സ്പേസിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടനാവില്ലായിരുന്നു എന്നൊരു കമന്റ് ഞാൻ കേട്ടു. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പോസിറ്റീവ് വശത്തെ കാണുന്നത്? മലയാള സിനിമയിലെ ആസ്ഥാന ഗതിയില്ലാത്ത സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെച്ചിട്ടൊരു അപ്പൊ അങ്ങനെ ഒരു പട്ടം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷ് പോത്തനുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് ദിലീഷ് പോത്തനായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കാരണം പുള്ളി ആക്ടേഴ്സിനെ അത് യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ബേസിക്കലി ഒരു നായകനാവുക എന്നൊരു സ്വപ്നം ഇല്ല. എനിക്ക് നായകൻ എന്നുള്ള പരിപാടി എനിക്ക് ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല. നായകനൊരു ബാധ്യതയാണ്. നമ്മൾ ഒരിക്കലും ഞാൻ നടനായി എന്ന് വിചാരിച്ചാൽ തീർന്നു എന്നാണ് എൻ്റെ വിചാരം. ഈ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് ഉള്ള നമ്മളെ പയ്യന്മാർ, നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഇതിൽ മാത്രമേ ഞാൻ 100% എൻ്റെ ആത്മാർത്ഥതയുള്ളൂ, സിനിമ എന്നുള്ള സാധനത്തിൽ മാത്രം. ബാക്കി എല്ലാത്തിനും ഞാൻ മടിയനാണ്. എനിക്ക് തോന്നുന്നു കൃത്യമായ നിലപാടുള്ളൊരു വ്യക്തി കൂടിയാണ് അങ്ങ്. കാരണം ഈ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ഫിയോ ഫോർത്തെ ഫോർമാൽ എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഹി വാസ് അഗ്ലി സ്ട്രോങ് ആൻഡ് ഹാഡ് ഡിഗ്നിറ്റി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ സ്വയം ഒരു ക്യാപ്ഷൻ പോലെ കൊടുക്കാൻ കാരണം? ജോൺ വെയിൻ എന്നുള്ളൊരു ആക്ടറുണ്ട്, ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ടോം സ്റ്റോണിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നി. അത് അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മളെപ്പോഴും ഹംഗ്രി ആയിരിക്കുക, അഗ്ലി ആയിരിക്കുക, ഡിഗ്നിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെ ഇരുന്നാലും ഡിഗ്നിറ്റി ഉണ്ടാവുക, ഫൈറ്റ് ചെയ്യുക, പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു, എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എടുത്തിട്ടാണ്, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടല്ല. പക്ഷെ അത് ചിന്തിക്കും. അതെ, അത് വായിക്കുമ്പോൾ എന്താണെന്നുള്ള ചിന്ത വരുമല്ലോ, അങ്ങനെ ഇട്ടാണ്. പിന്നെ നിലപാടെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും നിലപാടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരസ്യമാക്കണോ വേണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെ എന്നാലും നിലപാടില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒരു നിലപാടും ഇല്ലാത്ത ഒരുത്തനാണെന്ന് പറഞ്ഞാലും അവനൊരു നിലപാട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പം ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് ആനന്ദേട്ടൻ്റെ ഏറ്റവും വലിയൊരു പെക്യൂലിയാരിറ്റി ആയിട്ട് തോന്നുന്നത്. സ്ട്രഗിളിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം MBA ചെയ്ത ഒരാൾ MBA കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് വർക്ക് ചെയ്തു, മാതൃഭൂമിയിൽ വർക്ക് ചെയ്തു. അവിടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്നും അല്ല എൻ്റെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രോങ് ഫോട്ടോ ഇതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പുറത്ത് കടന്ന് റെഗുലർ ഇൻകം കിട്ടുന്നൊരു ജോലിയാണ് ഇതെല്ലാം. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഉറപ്പുകളില്ലാത്ത സേഫ് അല്ലാത്ത ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതിൻ്റെ അകത്തൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ആ MBA കഴിഞ്ഞ കാലഘട്ടം തൊട്ട് അതിനെങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? MBA കഴിഞ്ഞ കാലം തൊട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ജോലി കയറുന്നത് എനിക്ക് തോന്നുന്നു നാഷണൽ ഗെയിംസ് കേരളത്തിൽ നടന്നപ്പോൾ അതിൽ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ഒരു ടെമ്പററി പോസ്റ്റ്, നാഷണൽ ഗെയിംസ് കഴിയും വരെയുള്ള സംഭവമായിരുന്നു. അവിടെ നിന്നാണ് മാതൃഭൂമി പോകുന്നത്. ഞാൻ ഓരോ സമയത്തും എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതല്ല നമുക്ക് വേണ്ടെന്നുള്ള. മാതൃഭൂമിയിൽ ഞാൻ പോകുന്നത്, ഞാൻ ഈ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിയേറ്റീവ് സ്പേസിൽ എന്തെങ്കിലും നിൽക്കണം. അപ്പോൾ മാതൃഭൂമിയിൽ ഞാൻ റെഡ് മൈക്ക് എന്ന് പറയുന്ന അവരുടെ ഇവന്റ് മാനേജ്മെന്റ് ഡിവിഷനിലോട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മാതൃഭൂമിയിൽ സ്വന്തം ലേഖകൻ ആയിട്ട് പോസ്റ്റായിട്ടും കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ചൂസ് ചെയ്തു ഏത് വേണമെന്നുള്ളത്. മറ്റേത് പത്രം അങ്ങനത്തെ ഒരു ലേബലാണ്, മറ്റേത് ഇവന്റ് മാനേജ്മെന്റ്. അപ്പൊ അതിൽ എനിക്ക് ക്രിയേറ്റീവ് പോസ്റ്റാണ് കിട്ടിയത് റെഡ് മൈക്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചാ കുഴപ്പമില്ല. ഞാൻ പഠിച്ചത് ജേർണലിസം ഒന്നും അല്ല, പക്ഷെ അപ്പോഴും എനിക്ക് അത്ഭുതമാണ് കേട്ടോ. എനിക്ക് മാതൃഭൂമി എന്നുള്ള ഒരു സ്ഥാപനത്തിൽ അവർ ഇന്റർവ്യൂ നടത്തിയപ്പോഴും അവരൊരു സബ്ജക്റ്റ് തന്നു, അതൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു, ഇന്റർവ്യൂ പാസ്സായി, എനിക്ക് ആ ജോലിയും കിട്ടി, എനിക്ക് ഇതും കിട്ടി. സത്യം പറഞ്ഞാൽ അതായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ ഞാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവ് പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അവിടെ പോയതാണ് റെഡ് മൈക്കിൽ. പക്ഷെ അവിടെ പോയിട്ടും എനിക്ക് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ലായിരുന്നു. അത് അവരുടെ കുറ്റമൊന്നും അല്ല, അപ്പോൾ എൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി, എനിക്ക് പറ്റുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ല. അങ്ങനെ നിന്നപ്പോഴാണ് പിന്നെയും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൽ കയറിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ആദ്യം സിനിമ സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സ്ട്രഗിളിലോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ചെയ്യണമെന്നാണല്ലോ.
അപ്പോൾ അതിന് വേണ്ടി ഇതിൽ മാത്രമേ ഞാൻ 100% എൻ്റെ ആത്മാർത്ഥതയുള്ളൂ, സിനിമ എന്നുള്ള സാധനത്തിൽ മാത്രം. ബാക്കി എല്ലാത്തിനും ഞാൻ മടിയനാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മടിയനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ തന്നെ എന്നെ കണക്കാക്കിയിട്ടുള്ളത് ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ബോറനാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഈ ഒരു കാര്യം സിനിമ എന്നുള്ള സാധനം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മാർത്ഥതയൊക്കെ എനിക്ക് തന്നെ തോന്നാം. നീ കൊള്ളാടാ, സിനിമയിൽ നിനക്ക് ഇത്ര ആത്മാർത്ഥത കാണിക്കാൻ പറ്റും, ബാക്കി ഒന്നിനും കാണിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമ ഈ വൈ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമ്മൾ ഈ ഓഡിഷൻ കൊടുക്കുമല്ലോ പണ്ട്, ഈ പറയുന്ന പോലെ ഞാൻ ഈ ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ്, 10 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്, മുംബൈ പോലീസ്, അങ്ങനെ എല്ലാത്തിനും ഓഡിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓഡിഷൻ്റെയൊക്കെ അവസാനത്തെ റൗണ്ട് വരെ വന്നിട്ട് പിന്നെ വിളിക്കുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഓഡിഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് അയാൾ നല്ല നടനും ആവുന്നില്ല, ഓഡിഷൻ കിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളൊരു മോശമാവുന്നുമില്ല. അപ്പം നമുക്കുള്ള ടാലന്റ് എവിടെയെങ്കിലും ഷോക്കേസ് ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ സമയത്ത് കുറച്ച്, ഞാൻ പണ്ട് മോണാക്ടൊക്കെ ചെയ്യുമായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അത് റെഫറൻസ് എടുത്തിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ ഇങ്ങനെ മൊബൈൽ സ്വന്തമായിട്ട് വെച്ചിട്ട് മോണാക്ട് പോലെ ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അന്ന് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ട് പക്ഷെ അത്ര പോപ്പുലർ അല്ലെന്ന് തോന്നുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിരുന്നു അന്ന് ഇട്ടുണ്ട്, 2014-15 കാലഘട്ടത്തിലെ കാര്യമാണ്. അപ്പോൾ അതിലൊരു വീഡിയോ കണ്ടിട്ടാണ് സുനിലിക്ക എന്നെ വിളിച്ചത്, വൈ എന്നുള്ള സിനിമയിലേക്ക് വിളിച്ചത്. തമിഴ് വില്ലൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കണ്ടിട്ടാണ് സുനിലിക്ക വിളിച്ചത്. അപ്പോൾ അങ്ങനെയാണ് വഴി തുറന്ന് കിട്ടിയത് വൈയിലോട്ട്. എനിക്ക് തമിഴ് വില്ലൻസ്, പിന്നെ ഡ്രങ്കഡ് മലയാളി, പിന്നെ ഓഡീഷൻ തൊഴിലാളി, ഇങ്ങനെ കുറെ വീഡിയോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഇല്ലാതെ ഒരു പക്ഷേ നടനാവില്ലായിരുന്നു എന്നൊരു കമന്റ് ഞാൻ കേട്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുക പോസിറ്റീവ് വശത്തെ കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്ക് കാരണമാണ് ഞാൻ സിനിമയിലോട്ട് വന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ടാലന്റ് ഷോക്കേസ് ചെയ്യും. ഞാൻ CD-യിലൊക്കെ ആക്കി ഡയറക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. ആൾക്കാർ കാണണമല്ലോ, ആൾക്കാർ കണ്ട് അവരിലേക്ക് എത്തപ്പെടണമല്ലോ എന്നുള്ളതിനാണ്. അത് ഇപ്പോൾ കുറച്ചും കൂടെ ഹ്യൂജ് ലെവലിലാണ് നടക്കുന്നത്. ഇപ്പം കുറച്ചും കൂടെ ഈസി ആണെന്ന് തോന്നുന്നു. ഇപ്പം ഈസി എന്ന് വെച്ചാൽ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ ഈസി ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ ആക്ടേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യണം, ചേട്ടാ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അവസരം വേണമെന്നൊക്കെ പറയുന്നിടത്ത് ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം, നിങ്ങൾ റീൽസ് യൂസ് ചെയ്യണം. അത് ഈ പറയുന്ന പോലെ റീൽസിൽ തന്നെ പലതരം കണ്ടന്റുകളുണ്ട്, ക്രിഞ്ച് കണ്ടന്റുകളുണ്ട്, എല്ലാ തരത്തിലും കണ്ടന്റ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളെ ആക്ടിങ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി റീൽസ് ഇട്ടു. ഏതെങ്കിലും ഒരു 10 ഇടുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ക്ലിക്ക് ആയിരിക്കും. വെർച്വൽ ഓഡീഷൻ ആണ്. അതെ, വെർച്വൽ ഓഡീഷൻ ആണ്. ഒരെണ്ണം ക്ലിക്ക് ആവുമായിരിക്കും, അത് ആൾക്കാരിലേക്ക് എത്തപ്പെടുമായിരിക്കും. അപ്പം അങ്ങനെയാണ് ഏറ്റവും ഈ കാലഘട്ടത്തിന് എന്താണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. ഞാൻ അന്ന് ചെയ്തത് അതായിരുന്നു. ചിലപ്പോൾ അന്ന് ഈ ഓഡീഷൻ കൊടുത്ത് മതിയായപ്പം വേറെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പം അതിനേക്കാളും നല്ലൊരു സാധനമാണ് നമ്മളെ കയ്യിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം എന്നുള്ള സാധനം. അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് വന്ന കമന്റുകളും എല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ എന്തിട്ടാലും ഫസ്റ്റ് കമന്റ് നെഗറ്റീവ് ആണ്, ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു കമന്റുകൾ ബാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു? എന്നെ ഇതുവരെ കമന്റുകളൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ സിനിമ നമ്മളെ പൊന്മാൻ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പേജിൽ ഇങ്ങനെ കേരളത്തിലെ മലയാള സിനിമയിലെ ആസ്ഥാന ഗതിയില്ലാത്ത സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെച്ചിട്ടൊരു, അപ്പോൾ അങ്ങനെ ഒരു പട്ടം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് നല്ല കമന്റുകളാണ് വന്നത്. ഇപ്പം നല്ല പറഞ്ഞാണെന്നുള്ള കമന്റ്. അപ്പോൾ അതിലൊരു കമന്റ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ, ഷർട്ട് ഇട്ടാ മാസം ഷർട്ട് ഊരിയ കോമഡി പീസ് ഒന്നാണ്. ആക്ച്വലി പൊന്മാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 90 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ക്യാരക്ടറിനും അങ്ങനെയാണ്, ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് തിന്ന് മറ്റേ ചള്ളു ശരീരമായിട്ട് ഇരിക്കുന്ന ഒരുത്തനാണ്. പുറത്തു മാത്രം മറ്റേ വിപ്ലവം ഇതും മാത്രമേ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചർ നല്ലതായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷെ ഞാൻ ഇത്രയും ഷർട്ട്ലെസ് ആയിട്ടുള്ള സീൻസുകൾ ഇത്രയും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ തന്നെ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഡബിങ്ങിട്ട് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അയ്യോ നല്ല മോശം ശരീരമായിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു സമയത്താണ് പിന്നെ ഞാൻ ജിമ്മിൽ പോയി ഒരു 8 കിലോ കുറച്ചത്. ഇപ്പോൾ ഒരു 8 കിലോയൊക്കെ കുറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ക്യാരക്ടറിന് അത് ഓക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഒരു സത്യം പറഞ്ഞാൽ അതൊരു ബോഡി ഷേമിങ് സാധനം കൂടെയാണ്. പക്ഷെ എനിക്കത് ഓക്കെ ആയിരുന്നു, ആ ക്യാരക്ടറിന് അതിന് വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, ആപ്റ്റായിരുന്നു എന്നുള്ളൂ. അല്ലാതെ അതുകൊണ്ട് തന്നെ ഈ കമന്റ്സ് ഞാൻ അങ്ങനെ, നമുക്ക് ആർക്കും വേണോ കമന്റ്സ് ഇടാം, എന്ത് രീതിയിൽ വേണോ കമന്റ്സ് ഇടാം. നമുക്കൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആർക്കും എന്തും എവിടെയും പറയാം. അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ നേരിട്ടൊന്നും പറയുന്നില്ലല്ലേ. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കാം, അല്ലാതെ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാൻ അത്രേ കാണുന്നുള്ളൂ. പിന്നെ നമ്മുടെ പൊന്മാനത്തെ ഏറ്റവും പിവറ്റലായിട്ടുള്ളൊരു സീനുണ്ട് നമ്മുടെ ലോഡ്ജ് മുറിയിൽ. അത് എനിക്ക് തോന്നുന്നു ആനന്ദേട്ടനും ബേസിൽ ജോസഫുമായിട്ടൊരു നല്ല കോംബോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈവൻ ജയഹലായിരുന്നെങ്കിലും ഈ സിനിമയിലാണെങ്കിലും. അപ്പോൾ ആ ഒരു കോംബോ സീൻ, അത് എനിക്ക് തോന്നുന്നു പൊന്മാനിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സീൻ അതായിരിക്കും. കാരണം
അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദുരന്തത്തിന്റെ പീക്ക് മൊമെന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മോട്ടിവേഷനൊക്കെ ഭയങ്കര ക്രിഞ്ച് ഫസ്റ്റ് എന്നുള്ള മൂഡിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ അതുപോലും എല്ലാവരും ആസ്വദിച്ചു എന്നുള്ളതാണ്, എല്ലാവർക്കും ഒന്ന് മനസ്സിൽ തട്ടി. അപ്പോൾ ആ ഒരു സീനിനൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കുമ്പം എന്ത് തോന്നുന്നു? അല്ല, ആ സീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഈ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് ഉള്ള നമ്മളെ പയ്യന്മാർ, നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത്. അജേഷ് പറയുന്ന ഡയലോഗ്സ്, കുത്തുപാളയൊന്നും ഉണ്ടാക്കിയെടുത്താടാ ഇതൊക്കെ, നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യണം, ജീവിതം അതാണ്ട, അല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്തൊക്കെ ആഘോഷിക്കുക, അല്ലാത്ത സമയത്തൊക്കെ ഫൈറ്റ് ചെയ്യണം, അതാണ് ലൈഫ്. അപ്പം നമുക്ക് ഭയങ്കര കണക്ട് ആവും. നമ്മളതാണ്, എല്ലാവരിലും ഒരു പി അജേഷ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് എവിടെയൊക്കെ കണക്ട് ആവുന്നുണ്ടെന്നാണ്. പിന്നെ ആ സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സീനിൻ്റെ ഒരു ഭയങ്കര രസമെന്ന് വെച്ചാൽ ആ സീനിൽ ഇവൻ ഭയങ്കരമായിട്ട് തകരയാണ്. ബ്രൂണോ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സഹോദരി ആട്ടി വിട്ടിട്ടുണ്ട്, തുപ്പി വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ അതിനേക്കാളും മേളിലൊരു സംഭവം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവൻ ഡിയറസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുകിടന്ന ഒരു സാധനം ഇല്ലാതാവുന്നുണ്ട്. അവിടെ നിന്ന് അവനുണ്ടാവുന്ന ഒരു വിഷമമാണ്. അപ്പോൾ എനിക്ക് ആ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആ ലോഡ്ജിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് അവനത് റിയലൈസ് ചെയ്ത് തിരിച്ച് വന്ന് നിന്ന് അവൻ ആലോചിച്ചെടുക്കുന്നൊരു സമയമുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ആ സമയം എന്ന് പറയുന്നത് ഓക്കെ, അവിടെയാണ് ഞാൻ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഡിസിഷനിലോട്ട് എത്താൻ, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ഡിസിഷനിലോട്ട് എത്തുന്നത് ഡയലോഗ്സ് ഒന്നുമില്ല, എൻ്റെ നടത്തമാണ്, എൻ്റെ കുറച്ച് ലുക്സാണ്. അപ്പോൾ അവിടെ എങ്ങനെ അത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അത് ശരിയാവോ പാടുമോ എന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാർക്ക് ഒരു പോയിന്റ് വരെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. ഇവരെ കൊല്ലാൻ പോവുകയാണോ, എന്താണ് ചെയ്യാൻ പോകുന്നത് ഒക്കെ ഉള്ള സാധനമുണ്ട്. പിന്നെ ആദ്യം വിചാരിച്ച കൊല്ലാൻ പോകാം. അതെ, നമ്മൾ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അവസാനമാവേ നമുക്ക് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ഒരു ദുരന്ത സീനിൽ നിന്ന് ആൾക്കാർ ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചിരിച്ചു തുടങ്ങിയിട്ട് പിന്നെ ബേസിൻ്റെ ഒരു കത്തിക്കയറുമ്പോൾ അത് പിന്നെ വേറൊരു മൂഡിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഗ്രാഫുള്ളൊരു സീനാണത്. അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം, അപ്പം ഞങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബേസിൽ നിന്നുള്ള ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സീനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഗ്രാഫുള്ളൊരു സീനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഇമോഷനിലൂടെയൊക്കെ പോകാൻ പറ്റി. ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. എവിടെയൊക്കെ ചെറിയ ചിരി അപ്പോഴും ഉണ്ട്. ദുരന്തം ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ സീനും ഹോളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ചിരി എപ്പോഴും പൊട്ടി നിൽക്കുന്നത്. ഏറ്റവും അവസാനം ചിരിയിലാണ് നിർത്തുന്നത്. റിലീഫ് ഉണ്ട്, റിയലൈസേഷൻ ഉണ്ട്, നല്ല രീതിയിൽ മോട്ടിവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിഞ്ച് ആവുന്ന സ്ഥലത്ത് ഇത് പറയുന്നത് ആൾക്കാർ ആവാതെ പറയുന്നുണ്ട്. അതൊക്കെ ബേസിലിന്റെ ഒരു പെർഫോമൻസിന്റെ കഴിവാണ് കേട്ടോ. അപ്പോൾ ആ സീനിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഐക്കോണിക്, ഇനി ഭാവിയിൽ ഐക്കോണിക്കായി വരാവുന്ന ഒരു സീൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് സന്തോഷമുണ്ട്. ബേസിലായിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് ആദ്യം ജയ്ഹേൽ, എനിക്ക് ബേസിലിൻ്റെ ഞാൻ ഈ ഓഡീഷൻ തൊഴിലാളി സിനിമാക്കാരൻ്റെ ദിനസരി എന്നൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പുള്ളിക്ക്, അപ്പം നമ്മൾ കണ്ടിട്ടില്ല, പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ ആനന്ദ് മന്മഥൻ ആക്ടറാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, നോ നീഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എനിക്ക് പറഞ്ഞത്. സിനിമ ചെയ്തിട്ടുണ്ടോ? അയ്യോ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബേസിൽ അപ്പോൾ ആക്ടറാണ്. നമ്മളിങ്ങനെ സിനിമ കയറാൻ വേണ്ടി നടക്കുന്നേ ഉള്ളൂ. 2 സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയാമല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ജയ്ഹേൽ വന്നപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചത്. ഒരുപക്ഷേ ഷോർട്ട് ഫിലിമിലൂടെ വന്നതുകൊണ്ട് അങ്ങനെ വരുന്നവരെ കൃത്യം നോട്ട് ചെയ്യുന്നുണ്ടാവും. പുള്ളി നോട്ട് ചെയ്യുന്നുണ്ടാവും, ഉറപ്പായിട്ടും നോട്ട് ചെയ്യുന്നുണ്ടാവും. പല ആക്ടേഴ്സിനും നോട്ട് ചെയ്യുന്നുണ്ടാവും. പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ ലോഡ്ജിലെ സീന് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി ഇന്റേണലി വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ആക്ടേഴ്സ് ഓരോ സാധനത്തിന് മുമ്പ് ചെയ്യുന്നത് ചിലപ്പോൾ പറഞ്ഞ് ചെയ്യും. പുള്ളി അത് മനസ്സിലാണിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ പുള്ളി ഒരു ബ്രില്യൻ ഫിലിം മേക്കർ ആവുന്നുണ്ട്. പുള്ളി ആ സീൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു നല്ലൊരു ഡയറക്ടർ, ഒരു ആക്ടർ ആകുമ്പോഴത്തേക്ക്, നല്ലൊരു ആക്ടറും കൂടെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്ക് അതിൻ്റെ ഗ്രാഫ് കറക്റ്റായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്ക് അതുണ്ട്. എവിടെയൊക്കെയാണ് കേട്ടേണ്ടത്, എവിടെയൊക്കെയാണ് ഇറക്കേണ്ടതൊക്കെ പുള്ളി അറിയാം. അപ്പം നമ്മൾ തമ്മിൽ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കര അത് എല്ലാ ആക്ടേഴ്സും ഇതുവരെ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു ഭയങ്കര ആക്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സൗഹൃദം വരും. അത് വേറൊരു രസമുള്ള ഒരു കെമിസ്ട്രി വരും. ജയ്ഹേലേക്കാളും എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് പൊന്മാനിലാണ്. നല്ല ലൈഫിൽ ഇങ്ങനെ ഒരു പി അജേഷ് ഉണ്ടോ? ലൈഫിൽ ഇങ്ങനെ കുറേ പേരുണ്ട്. പല സമയത്തായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത പല ആൾക്കാരും, അല്ലെങ്കിൽ പി അജേഷൻ പോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അത് പിന്നെ ഞാൻ വായിച്ചു, ജഗദീഷ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മുതൽ ലെജൻഡറി ആക്ടേഴ്സ്, ഇവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആനന്ദേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹവും, അല്ലെങ്കിൽ അവരുടെ റോളുകൾ കണക്ട് ആയത് എപ്രകാരമാണ്? അത് ആക്ച്വലി എനിക്ക്, നമ്മൾ ഈ സിനിമ ആദ്യം കാണുമ്പോൾ എൻ്റെ ആദ്യത്തെ ഈ പറയുന്ന പോലെ ഇഷ്ടതാരം ബാബു ആൻ്റണി ആയിരുന്നു.
2ാം ക്ലാസ്സിലൊക്കെ ബാബു ആൻ്റണിയുടെ സിനിമയാണെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് കാണും, അങ്ങനെ ഫൈറ്റ് സീൻസ് ആണ്. പിന്നെ മാറുമ്പോൾ നമ്മൾ ബാക്കി ആക്ടേഴ്സിലോട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, ലാലേട്ടനെയും നമുക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആസ് ആൻ ആക്ടർ ഞാൻ നോക്കി പഠിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന പോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും ജഗദീഷിനെയും, മുകേഷ്, മുരളി, നെടുമുടി വേണു, പപ്പു, അതെ ക്യാരക്ടേഴ്സ്. കാരണം ഞാൻ ആ സ്പേസിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത് ഇവർ ഡയലോഗ് ഇല്ലാത്ത സീൻസിൽ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും അവരുടെ പ്രസൻസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അവരെന്താണ് ചെയ്യണത് നമ്മൾ നോക്കും. പക്ഷെ അവർ സീൻ വിട്ട് ചെയ്യില്ല, സീൻ്റെ അകത്ത് നിന്നേ ചെയ്യുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധ അങ്ങോട്ട് പോയിട്ട് സീനിൽ നിന്നൊക്കെ ഔട്ടാവാം. പക്ഷെ അവർ സീനിൻ്റെ അകത്ത് നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷെ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടാവണമെന്നില്ല, അത് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കണ്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് പേരുണ്ട് എൻ്റെ ലിസ്റ്റിൽ, ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നത്. അതിൽ ഒരാളുമായിട്ട് എനിക്ക് ഒരു സീൻ ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടി. അത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകൻ സാറിൻ്റെ കൂടെ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയിൽ ഒരു സീനിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. ഞാൻ അങ്ങനെ കാണുന്ന ആക്ടേഴ്സിൽ സാബല്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പഞ്ചാബി ഹൗസ് അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് പോട്ടെ, പറക്കം തളികയിൽ ആ ദിലീപിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന സീനുണ്ടല്ലോ, ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇയാളുടെ ഓരോ പെർഫോമൻസ്, പുള്ളി അവിടെ കിടന്ന് ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ഡയലോഗ് ഇല്ലാതെ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മറ്റേ ആളെ കമ്പി എടുത്ത് ഓടിക്കുന്നതും അങ്ങ് അറ്റം വരെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മളെ എന്ത് ചെയ്യണം ഡയലോഗ് ഇല്ലാത്ത സമയത്ത്. ഏറ്റവും പ്രശ്നം ഡയലോഗ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, സ്ക്രീനിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം. അതൊക്കെ ഇവരെന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ നോക്കിക്കണ്ടുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 1744 വൈറ്റ് ഓൾട്ടോ എന്നുള്ള സിനിമ സെന്ന ഹെഗ്ഡെ സാറിൻ്റെ, അതിലെനിക്ക് ഡയലോഗില്ല. ഞാൻ ഊമയെന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് ഈ ലോകത്തോടൊന്നും സംസാരിക്കാൻ ഇല്ലാത്ത ഒരാളാണ്. ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് ഞാൻ ഇവരെയൊക്കെ നോക്കിക്കണ്ടതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യണം, ഡയലോഗ് ഇല്ലാത്ത നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സ്ക്രീനിൽ ചെയ്യാൻ പറ്റും, സീനിൽ നിന്ന് വിടാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ 20 സിനിമയിൽ സംസാരിക്കുമ്പോൾ. എക്സാക്ട്ലി പുള്ളിയുടെ മുഖത്ത്, ലാലേട്ടൻ്റെ മുഖത്ത്, ലാലേട്ടൻ എന്ത് ചെയ്താലും നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തേന്മാവിൻ കുമ്പത്ത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഡൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീനിൻ്റെ കുറച്ച് മുമ്പായിട്ട് ലാലേട്ടൻ ഇങ്ങനെ പടി കയറി വന്ന് നോക്കി കാണുകയാണ്, അയ്യോ ഇയാൾ ഡൈ ചെയ്യുന്നുണ്ടല്ലോ, ആദ്യമായിട്ടാണല്ലോ എന്നൊക്കെ ഉള്ള സാധനം. അപ്പോൾ ആ സീൻ്റെ തുടക്കം എന്ന് പറയുന്നത് പുള്ളി ഇങ്ങനെ വന്ന് ഒരു പടിക്കെട്ടിൻ്റെ താഴെയാണ്, പടിക്കെട്ടിൽ നിന്നാണ് ഇത് വെച്ചേക്കുന്നത്, മേളിൽ നിന്ന് പുള്ളി ഇങ്ങനെ വന്ന് ഒരു പഴക്കൊലയിൽ നിന്ന് ഒരു വാഴപ്പഴം എടുത്ത് ഇങ്ങനെ അതിനെ ഉരിച്ച് കഴിച്ചിട്ട് കയറി പോകുന്നതാണ്. വേറെ ആര് ചെയ്താലും അത് നോർമലാണ്. പക്ഷെ പുള്ളി ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു രസമാണ്. വേറെ ഒന്നുമില്ല, വെറുതെ വന്ന് ഒരു പഴം എടുത്ത് ഒഴിച്ച് വാഴപ്പഴം കഴിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ അത് നമ്മൾ ലാലേട്ടൻ ചെയ്യണ കാണുമ്പോൾ നോക്കി എന്ത് രസമല്ലേ എന്ന് പറഞ്ഞിരിക്കും. അത് വേറെ ആരും ചെയ്താൽ വിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടറൊക്കെ ഉള്ള നാടല്ലേ, അപ്പോൾ നമുക്ക് അതൊക്കെയാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇല്ല ലാലേട്ടൻ അതെല്ലാവരും അനുകരിക്കും, എല്ലാവരും മറ്റേ ചരിവച്ചിട്ട് അനുകരിക്കുമല്ലോ. അങ്ങനെയൊക്കെ അനുകരിച്ചിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ അഭിനയിക്കണം എന്നുള്ളത്. ഇനി ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ കറണ്ട് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഇപ്പോൾ ഡയറക്ടർ ആവാം, ആക്ടേഴ്സ് ആവാം, എനിക്ക് തോന്നുന്നു ദിലീഷ് പോത്തനുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് ദിലീഷ് പോത്തനായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കാരണം പുള്ളി ആക്ടേഴ്സിനെ അത് യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ഈ പറയുന്ന പോലെ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ BTS-ൽ ഈ പറയുന്ന ഓഡീഷനൊക്കെ പുള്ളി ട്രെയിൻ ചെയ്യുമ്പോൾ എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി വന്നു അങ്ങനെ ഒരാളൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ആക്ടേഴ്സ്, ഒരു ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സും ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. എനിക്ക് റീസെൻ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയത്, എനിക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നിയത് നമ്മുടെ പാതാൾ ലോകിലൊക്കെ ആക്ടറില്ലേ ജയ്ദീപ്, പുള്ളി ഭയങ്കര, എനിക്ക് ഇപ്പോൾ ഉള്ള ഇന്ത്യയിലുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറയാം. പുള്ളി ഭയങ്കര പെർഫോമറാണ്, ഭയങ്കര രസമാണ്, എന്തൊരു ആക്ടറാണ് പുള്ളി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ. അപ്പം ഇപ്പം നോക്കണേ, അങ്ങനെ പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ തൊട്ട് അങ്ങനെ കുറേ ഉണ്ട് പറയാൻ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കോ റൈറ്റർ കൂടിയാണ്. അപ്പോൾ എഴുത്ത് പണ്ട് തൊട്ടേ താല്പര്യമുള്ള ഒരു ഏരിയ ആണോ, അതെയോ സിനിമയിൽ എത്തിയതിന് ശേഷം എന്നാൽ എഴുത്തൊന്ന് പരീക്ഷിക്കാം, നല്ല രീതിയിലുള്ള കുറേ കൃതികൾ പോലെ അല്ലെങ്കിൽ രചനകൾ പോലെയൊക്കെ ഉണ്ടാക്കണം, എൻ്റെ ഭാഗത്തുനിന്നൊരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം, അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണോ അതെയോ ചെറുപ്പം തൊട്ടേ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു? നമ്മുടെ ഈ സിനിമയുടെ ഒരു ടെക്നിക്ക്, സിനിമയുടെ റൈറ്റിംഗ് വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് കുറച്ച് ടെക്നിക്കലുമാണ്, കുറച്ച് മറ്റേ സാധനം ക്രിയേറ്റിവിറ്റി കൂടുതലുണ്ട്, കുറച്ച് ടെക്നിക്കൽ സാധനം എൻ്റെ അകത്തുണ്ട്. ഈ പറയുന്ന പോലെ ബാക്കി കഥ എഴുതും പോലെ എഴുതാൻ പറ്റില്ല നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗം ഞാനായത് ചർച്ച ചെയ്തതാണ്. നമ്മൾ ചർച്ച ചെയ്ത
2018 ലാസ്റ്റ് തൊട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ചർച്ച ചെയ്ത് ഒരു ഭാഗം നമ്മൾ 4 പേരും കൂടെ നിന്ന് ചർച്ച ചെയ്ത് ഏതൊരു സമയത്ത് നമ്മൾ റൈറ്റേഴ്സ് ആയതാണ് എൻ്റെ അകത്ത്. അപ്പോൾ ഒരു ആക്സിഡൻ്റലി റൈറ്റർ ആയതാണ് ഞാൻ എൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് സിനിമ ഈ പറയുന്ന പോലെ എല്ലാ സിനിമയുടെ ഞാൻ നോക്കിക്കാണുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എല്ലാത്തിലും അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ മേഖലയും അറിയണം എന്നുള്ളത്. അപ്പോൾ സിനിമ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് ആക്ടിങ് ഒരു ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊന്മാനിൽ DOP ആയിട്ട് സാനു ചേട്ടനാണ് വർക്ക് ചെയ്തത്, സാനു ജോൺ വർഗീസാണ്. പുള്ളി ഒരു ലെജൻഡായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളി തെലുങ്കിൽ നാനീരെ പടമൊക്കെ ചെയ്യുമ്പോൾ 5 വണ്ടി ലൈറ്റും ഈ 10-20 വണ്ടി ലൈറ്റ്സും ഒക്കെ ആയിട്ട് വന്ന് ഫുൾ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അതേ ആൾ പൊന്മാൻ ചെയ്തപ്പോൾ ഒരു ലൈറ്റ്, ഒരു ചെറിയ സെറ്റപ്പുകൾ അതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലും പുള്ളി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി പൊന്മാനിലൊരു ക്യാരക്ടറും കൂടെയാണ്. പ്രത്യേകിച്ച് അല്ല ഞാൻ പറയുന്നത് ഇവർ കടവിൽ വെച്ചിട്ട് ബേസിലും മരിയാനയും കൊണ്ട് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, സജിൻ ഗോപും കൊണ്ട് ആ സീനിൻ്റെ ലൈറ്റിങ്ങും ഷെയ്ഡ്സും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ആ മൂഡ് ഇങ്ങനെ കയറുകയാണ്. നമ്മൾ ഒരിക്കലും സൗന്ദര്യം മൊത്തം എൻ്റെ അകത്തുണ്ട്. അത് റോ ആയിട്ടുള്ള സൗന്ദര്യമുണ്ട്, രാത്രിയുള്ള സൗന്ദര്യമുണ്ട്. ഭയങ്കര രസമാണ് പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി. എനിക്ക് പുള്ളി ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കമ്പനിയുള്ള ഒരു പ്രിൻസിപ്പളൊക്കെ ഇല്ലേ, അതുപോലെയാണ്. നമുക്ക് എന്ത് സംശയം ചോദിച്ചാലും പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നോട്ടിരിക്കും. ആര് പോയി ചോദിച്ചാലും പുള്ളി ഇങ്ങനെ പറയും. പുള്ളി ഭയങ്കര സൗഹൃദമാണ്, ഭയങ്കര രസമാണ് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതുവഴി നമ്മൾ സിനിമാറ്റോഗ്രാഫി കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനും. അല്ലാതെ ഞാൻ എഴുതണമെന്ന് വെച്ച് എഴുതിയതല്ല. എനിക്കൊന്ന് അരുൺ ചന്തു എന്ന് പറഞ്ഞ സംവിധായകനുമായിട്ടൊരു നല്ല റാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം പുള്ളിയുടെ സിനിമകളിൽ കൂടുതലും അവസരങ്ങൾ കിട്ടുന്നു. പ്രത്യേകിച്ച് സാജൻ ബേക്കറി സായന വാർത്ത 2 പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോംബോ എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി അരുൺ ചന്തു ഈ പറയുന്ന പോലെ ഒരുപാട് ക്രേസി ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉള്ള ഒരു ഡയറക്ടറാണ്. അവന് കൺവെൻഷണൽ സിനിമ എന്നുള്ള ഗഗനാചാരി. അപ്പോൾ അതിൻ്റെ റൈറ്റർ ആയാലും ശിവസായാലും നമ്മളെ ഫ്രണ്ടാണ്. ഈ കൺവെൻഷണൽ രീതിയിലുള്ള കഥ പറച്ചിലിനോട് അളിയന് താല്പര്യമില്ല, പണ്ടോട്ടേ താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ ഈ സാജൻ ബേക്കറി ആണെങ്കിൽ പോലും അതൊരു കുടുംബചിത്രമാണ്. അതിനെ പക്ഷേ പുള്ളി കൺസീവ് ചെയ്ത് വേറൊരു രീതിയിലാണ്, കുറച്ചും കൂടെ വേറൊരു എക്സ്പെരിമെൻ്റൽ സൈഡിലാണ് പുള്ളി അതിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നല്ല രസമുള്ള ക്യാരക്ടേഴ്സും എനിക്കിത് കിട്ടിയിട്ടുണ്ട് 2 സിനിമയിലായാലും. അതെ, ബേസിക്കലി ഒരു നായകനാവുക എന്നൊരു സ്വപ്നം ഇല്ല. എനിക്ക് നായകൻ എന്നുള്ള പരിപാടി എനിക്ക് ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല. നായകനൊരു ബാധ്യതയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാവരും സ്ട്രഗിൾ പറയുമ്പോഴും ഈ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരാൾ ഷോൾഡർ ചെയ്യുന്ന സിനിമകളിലുള്ള നായകൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ സ്ട്രഗിൾ ഭയങ്കര വലിയ സ്ട്രഗിളാണ്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്. ഈ പടം അയാളല്ലേ ഷോൾഡർ ചെയ്യുന്നത്. പടം വിജയിച്ചാലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിയിലായിരിക്കും കുറേ ഫോക്കസ് പോകുന്നത്, പിന്നെ ഡയറക്ടറിലേക്ക് കുറേ ഫോക്കസ് പോകും. പിന്നെ കുറേ ഈ പറയുന്ന നായകൻ എന്നുള്ളൊരു സാധനം ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. നായകൻ എന്നുള്ള സാധനത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എൻ്റെ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ ക്യാരക്ടർ റോൾസിന് അതില്ല. അയാൾക്ക് കോമഡി ചെയ്യാം, അയാൾക്ക് വില്ലൻ വേഷം ചെയ്യാം, ഇപ്പുറത്ത് പോയിട്ട് സീരിയസ് റോൾ ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാം, എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യാൻ പറ്റും. എനിക്ക് എപ്പോഴും അഭിനയിക്കുക, പല സാധനങ്ങൾ അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. ഇനിയും അഭിനയത്തിൽ ബെറ്റർ ആക്കണം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ എനിക്ക് സ്വയം മെച്ചപ്പെടുത്തണം എന്നൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഹോംവർക്ക്സ് എന്താണ്? അല്ലെങ്കിൽ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സിനിമ മോഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ചില പ്രാക്ടീസസ്? നമ്മളൊരിക്കലും ഞാൻ നടനായി എന്ന് വിചാരിച്ചാൽ അതോടെ നമ്മൾ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും ആ ഒരു സ്പേസ് ഇട്ടേക്കണം. ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഇപ്പം 20% ആയിട്ടുള്ളൂ, ഇനി 80% ഇമ്പ്രൂവ് ചെയ്യാൻ കിടക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ ഇതിപ്പം ഈ സിനിമ കഴിഞ്ഞിട്ടും പലരും ഇങ്ങനെ വിളിച്ചിട്ട് സജഷൻസ് ഒക്കെ പറയാറുണ്ട്, ഇങ്ങനെ സാധനം അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നമ്മളും പല സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെയൊക്കെ ശരിയാക്കായിരുന്നല്ലേ, ഇതിന് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നല്ലേ എന്നൊക്കെ തോന്നും. അതങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണം. നമ്മളൊരിക്കലും ഞാൻ നടനായി എന്ന് വിചാരിച്ചാൽ തീർന്നു എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ ഒരു സ്കോപ്പ് എപ്പോഴും ഇട്ടേക്കുക. അപ്പം എനിക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനാണ്, ഞാനും പുതിയ ആൾ തന്നെയാണ്, എന്നാലും പുതിയതായിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് ഒക്കെ ഞാൻ കണ്ടത് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്. സിനിമ നമുക്കൊരു ചാൻസേ തരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോംസിനെയൊക്കെ കണ്ടത്, ഷോർട്ട് ഫിലിംസിനായാലും വെബ് സീരീസിലായാലും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ശരിയാവുന്നുണ്ട്, എന്തൊക്കെ പാളുന്നുണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. അപ്പം അങ്ങനെയുള്ള എല്ലാ സാധനവും ഞാൻ എൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു സ്റ്റഡി പ്ലാറ്റ്ഫോം പോലെയാണ് ഞാൻ കരുതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവർ തന്നെ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് പുതിയ പ്രോജക്ട്സ് അല്ലെങ്കിൽ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ഇനി ആഭ്യന്തര കുറ്റവാളി ആണ്. ആസിഫിക്കയുടെ കൂടെ ആഭ്യന്തര കുറ്റവാളിയാണ് ഇറങ്ങാനുള്ളത്. ഷൂട്ട് മുഴുവൻ കഴിഞ്ഞു? ഷൂട്ട് മുഴുവൻ കഴിഞ്ഞു, ഡബിങ് എല്ലാം കഴിഞ്ഞു.
ഈ വരുന്ന 28-ന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വരുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ 90s നമ്മൾ മിസ് ചെയ്യുന്ന ഒരു മിഥുനം, വരവേൽപ്പ് പോലൊരു കഥയാണ്. ഒരു വശത്ത് നായകൻ്റെ പ്രണയം, ഒരു വശത്ത് നായകൻ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലേവറുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതിലൊരു വീടിൻ്റെ കോൺട്രാക്ടറാണ്, വീട് വയ്ക്കുന്നതിൻ്റെ കോൺട്രാക്ടറാണ് ജിജി എന്നുള്ള ക്യാരക്ടർ. കുറച്ചുകൂടെ ആയിപ്പാണോ എന്നൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അതിൽ അജു വർഗീസ്, നീരജ് മാധവാണ് നായകൻ, വിനോദ് എന്നുള്ള ക്യാരക്ടർ, അജു ഏട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഗൗരിയാണ് നായിക. അപ്പോൾ അങ്ങനെ പിന്നെ ആൻസലിയുമുണ്ട്, കിരൺ പീതാംബരൻ, സഹീർ മുഹമ്മദ്, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. നല്ല രസമുള്ള ഒരു അനുഭവമായിരുന്നു അത്. അതിനും ഞാൻ നോക്കിക്കാണുന്നു. പിന്നെ മനു അശോകൻ ഡയറക്റ്റ് ചെയ്യുന്ന ഐസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ട് സോണി ലിവിന്, അത് വരുന്നുണ്ട്. പിന്നെ ഒരു ഹിന്ദി പടം ഇപ്പോൾ ഒരു ചെറിയൊരു സാധനം ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് പൊന്മാനും ജയഹയൊക്കെ പോലെ നമ്മുടെ നെക്സ്റ്റ് ഡോർ പയ്യൻ എന്നുള്ള ആ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള, അത് ഭയങ്കര കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് ഡോർ ഒരാളായിട്ട് തോന്നുക എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കര ഞാൻ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ചുമ്മാ പറഞ്ഞല്ല. നമുക്ക് സ്വാഭാവികം കുറെ പേരെ കാണുമ്പോൾ ഇവര് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ലാത്തവരൊക്കെ ആയിട്ട് തോന്നാം. പക്ഷേ ആനന്ദേട്ടൻ്റെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് സ്ഥിരം കണ്ടു പരിചയമുള്ള ഒരു മുഖമായിട്ട് തോന്നും. അത് എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പലരും എന്നെ കാണുമ്പോൾ ICC വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അല്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ അല്ലേ ചേട്ടാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതെ. അപ്പോൾ എന്നെ പലരും അങ്ങനെയാണ് ഇപ്പോഴും പലരും അവിടെ വർക്ക് ചെയ്യുന്നില്ലേ, അപ്പം പറഞ്ഞല്ല അങ്ങനെയാണ് എന്നെ കാണുക. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഇങ്ങനൊരു ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഇനിയും മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, വീണ്ടും മലയാളികളുടെ ഹൃദയത്തോട് അടുക്കാൻ സാധിക്കട്ടെ. അപ്പം ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നതിനൊക്കെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു.